നമസ്കാരം, എല്ലാവർക്കും ഡി ഡി സ്റ്റോക്കിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ടൈം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എൻ്റെ ജേണിയും എൻ്റെ ക്ലയൻറ്റിൻ്റെ ജേണി, അതായത് ബ്രദർ സിസ്റ്ററിൻ്റെ ജേണിയും, എങ്ങനെ അവർ ആ ഒരു ചാലഞ്ച് മറികടന്ന് അവർ ആ ഒരു ഹാപ്പി ലൈഫിലേക്ക് അവർ വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ റൂട്ടിംഗ് റെവല്യൂഷൻ എന്താണ്, ഇങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഞാൻ ഡിറൈവ് ചെയ്തത്. ഒരു കഥയാണ് ഞാൻ പറഞ്ഞുതരാം. ഈ കഥ ഒരു രണ്ട് നെയ്ബേഴ്സിന്, അതായത് ഒരു IT ആളാണ്, ഒരു പ്രൊഫസറാണ്. അപ്പോൾ ഇവരുടെ മനസ്സിലൊരു ഗാർഡൻ വെക്കാനുള്ള ഭയങ്കര പാഷൻ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക്. അത് ഗാർഡൻ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവായുള്ള വൈബ് കിട്ടും. അവർ രാവിലെ നീക്കുമ്പോൾ നല്ലൊരു കാഴ്ച കാണും. അതിൽ രണ്ടുപേരും കൂടി ഗാർഡൻ വെക്കാനുള്ള പ്ലാൻ ഉണ്ടായത് അവർ തുടങ്ങി. അപ്പോൾ ഈ ITൻ്റെ ആൾ കുറച്ച് ടെക്നിക്കൽ സൗണ്ടുള്ള ആളാണ്, ടെക്നോളജിക്ക് അറിയുന്ന ആൾ ഗൂഗിൾ ബാബയിലേക്ക് പോയി സെർച്ച് ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പ്ലാന്റിനും ബ്യൂട്ടിഫൈ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ അതിൻ്റെ മുകളിൽ ബിസി ആയിരുന്നു. അതേ സമയത്ത് ഈ പ്രൊഫസർ സിമ്പിളായിട്ട് ഒന്നും ചെയ്തില്ല. അവർ കുറച്ച് വെള്ളം ഒഴിച്ചു, സീഡ്സ് ഇട്ടു, കഴിഞ്ഞു. പുള്ളി ആ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ കാത്തിക്കുകയാണ്. അങ്ങനെ അവരുടെ മുന്നിൽ നല്ലൊരു ഗാർഡൻ വന്നു. രണ്ടുപേരും ഹാപ്പിയായി. ഇത്രയും എഫേർട്ട് എടുത്തു, അവർക്ക് അതിനുള്ള ഫലം കിട്ടി, അവർ ഹാപ്പിയായി. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രാത്രി ഒരു സ്ട്രോം വന്നു, ഹെവി സ്ട്രോം. അപ്പോൾ പിറ്റേ ദിവസം ഈ IT ഗായ് നീച്ചപ്പോൾ കണ്ടപ്പോൾ എന്താ കാഴ്ച കാണുന്നത്? കംപ്ലീറ്റ് ആ ഗാർഡൻ അപ്രൂട്ട് അയക്കുന്നു, കംപ്ലീറ്റ് അവിടുന്ന് പോയിക്കുന്നു ഈ സ്ട്രോം കാരണം. അപ്പോൾ ആൾ ഭയങ്കര സാഡായി, ഭയങ്കര ഡിസേർട്ടൻ്റായി. ഇത്രയും എഫേർട്ട് എടുത്തു, ഇതെല്ലാം പോയി എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു, വിഷമത്തിലായിരുന്നു. അതേ സമയത്ത് പുള്ളിക്കാർ പ്രൊഫസറിൻ്റെ ഗാർഡനിൽ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ ഒന്നും പോയിട്ടില്ല, അതെല്ലാം അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സർപ്രൈസായി. അപ്പോൾ പുള്ളിക്കാർ എന്താണ് കാരണം ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫസറുടെ അടുത്ത് പോയി. അപ്പോൾ ചോദിച്ചു, ഞാൻ ഇത്രയും ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ടും ഗൂഗിൾ ബാബയിൽ എല്ലാം ചെയ്തിട്ടും കൂടി എൻ്റെ പ്ലാൻസ് എല്ലാം നശിച്ചു പോയി, പക്ഷേ നിങ്ങളുടെ ഒന്നും സംഭവിച്ചില്ല, അതെന്താ കാരണം? നിങ്ങൾ വല്ല എന്തെങ്കിലും മാജിക്കായിട്ട് എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ പ്രൊഫസർ പറഞ്ഞ റിപ്ലൈ ഇതാണ്: നിങ്ങൾ ഒരു സമയത്ത് ഇങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് റിസർച്ച് ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാം നോക്കുമ്പോൾ ഞാൻ വെറും സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് സീഡ്സ് ഇട്ടു, അത്രേ ചെയ്തുള്ളൂ. പക്ഷേ ഈ സമയത്തൂടെ ഞാൻ ഈ പ്ലാന്റിൻ്റെ റൂട്ട്സിന് ഞാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു ഗ്രോ ചെയ്യാൻ. മനസ്സിലായില്ലേ? ഓൺ ദ ഓൺ അവരുടെ സ്വന്തം കാലിൽ നിന്ന് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം. അതുകൊണ്ടുണ്ടാവും അവർക്ക് സ്ട്രെങ്ത് കൂടും, ആ മരം അത് സപ്പോർട്ട് ചെയ്യാനുള്ള അവർക്ക് സ്ട്രെങ്ത് കൂടും. മറ്റേ സമയത്ത് എന്താ, അവിടെ ആ ഒരു റൂട്ട്സിനൊരു ഫോക്കസ് ചെയ്തില്ല. ഇതാണ് നമ്മൾ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മൾ ബേസിക്കലി സീഡ്സ് ഇട്ടു, നമുക്ക് കിട്ടുന്ന എന്താ, ആ എഡ്യൂക്കേഷൻ എല്ലാം കിട്ടും, നമ്മൾ എഡ്യൂക്കേഷനെല്ലാം കഴിഞ്ഞ് കിട്ടും, നമുക്ക് എക്സ്പീരിയൻസ് എല്ലാം കിട്ടി. പക്ഷേ നമ്മുടെ വേര് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മൾ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മളത് ബാധിക്കും, നമ്മളതിൽ സ്റ്റക്കായി പോകും. നമ്മൾ ആ കണ്ടീഷനിലേക്ക് നമ്മൾ എന്താ പറയുക, അടിമയായി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്ട്രാ മൈൽ ചിന്തിക്കാനുള്ള നമുക്കവിടെ ഒരു മൈൻഡിൽ സ്പേസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു വാല്യൂ ഉണ്ട്, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടാവണം. നന്ദി.